വേണ്ട കേട്ടാ, നല്ല മലബാർ കപ്പ് പിടിഞ്ഞത് കഴിച്ചാട്ടെ. വേണ്ട ലീല, നേരെ ഒത്തിരി ഞാൻ പോട്ടെ. ഓ, ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടായിരിക്കും കഴിക്കാത്തത്. നിങ്ങൾ ആരായിരുന്നാലും എനിക്കൊരു കടമയുണ്ട്, ഒരു മനസാക്ഷിയുണ്ട്. ലീന, എന്തൊക്കെയോ നടന്നുപോയി. ആ തെറ്റിനെല്ലാം ഞാൻ പരിഹാരം ചെയ്യണം. ഇവിടെ അങ്ങനെ ഒരു തെറ്റും നടന്നില്ലല്ലോ. ഓ, അപ്പം ചീത്ത പറഞ്ഞതാണോ? എന്തു പറഞ്ഞാലും കുറ്റം ചെയ്താൽ അതൊന്നും സാരമില്ല. നിങ്ങളോടും കുടുംബത്തോടും എനിക്കൊരു കടപ്പാടുണ്ട്, അത് ഞാൻ നിറവേറ്റും. അത്ര നിർബന്ധമാണെങ്കിലേ എന്നെ കെട്ടിക്കൊണ്ടുപോകും. എന്നാല് ഞാൻ പോയിട്ട് ഒരു നല്ല കയറുമായി വരാം, എന്നിട്ട് ഈ മാൻകുട്ടി കെട്ടിക്കൊണ്ടുപോകാം. എന്നാലേ ഈ കാപ്പി കൂടി. അല്ല, മഴയും കാറ്റും കൂടി വരുന്നുണ്ട്, ഞാൻ എങ്ങനെ പോകും? ഇന്നിവിടെ കിടക്കും. ഈ മഴ തോരാതെ പോകാനേ ആദ്യം വെള്ളം കൂടി. എന്റെ കാര്യ അയ്യോ, തണുപ്പോണ്ട് ചേട്ടന് പനി പിടിക്കും. നല്ല സുഖമായിട്ട് കിടന്നറിയും. ശരി, ആയിക്കോട്ടെ. ലീല, ശോശാമ്മേ, എടി ശോശാമ്മേ, എടി സർക്കാരെ കിടത്തി ഉറക്കത്തില്ലല്ലോ. ശോശ 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 എന്നെ വേണം. എടി, നിന്നെ മറ്റൊന്നിനല്ല വിളിച്ചത്. ആ ചെറുക്ക പോയോടി. അവനാ പിന്നാലെ കിടക്കുന്നു. അവനെന്ത് ലീന? അവിടെ അടുത്ത വരൂല. എടി ശോശാമ്മേ, അവനാ ജനലിൽ കൂടെ അവിടെ മുറിയിലെങ്ങാനും കയറുകൂടി. അതേ നിങ്ങളുടെ സ്വഭാവം. ആ, ഏതായാലും പിച്ചാത്തി കൈയിരിക്കട്ടെ. പല ശബ്ദം ഉണ്ടാകുന്നതിന് വിളിച്ചേക്കണം കേട്ടോ. വെരി ഗുഡ്. നിങ്ങൾ വളരെ ഭംഗിയായ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മൊത്തം 75,000 രൂപ ഉണ്ടായിരുന്നു, അത് ഉടനെ ബാങ്കിലിട്ടു. ബസ് കളക്ഷൻ അത് 16,646 രൂപ ഉണ്ടായിരുന്നു, അതും ബാങ്കിലിട്ടു. ആ ശരി. ഇത്തവണ തൊഴിലാളികൾക്ക് 4 മാസത്തെ ശമ്പളം ബോണസ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തുക മൊത്തമായിട്ട് കൂട്ടി ചെക്ക് എഴുതി വെച്ചെന്നാൽ ഞാൻ ഒപ്പിട്ട് തരാം. ഓക്കെ, ശരി, ഞാൻ വരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു പെൺകുട്ടി വന്നാൽ നോക്കാൻ കൂടെ സമയമില്ല അല്ലേ? ക്ഷമിക്കണം, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ശരി, വരണം. എങ്ങോട്ട്? കിടക്കമുറിയിലേക്ക്. നിങ്ങൾ പറഞ്ഞ പോലെ കേട്ടാൽ മതി. നോ ഫർദർ ക്വസ്റ്റ്യൻസ്. മുതലാളി അർജന്റായി ഈ കണക്കൊന്നും എഴുതി കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിലും അർജന്റായിട്ടുള്ള കാര്യമാണ് മുതലാളിന്റെ മകൾക്ക്. ഡാഡി പറഞ്ഞിട്ടാ ഞാൻ വന്നത്. മുതലാളി പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അറിയാമല്ലോ. എന്നാലേ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ വരാം. ഓക്കെ, ഗുഡ് ബോയ്, കം ഓൺ. ഒരു സംശയം, ഇതിലേതാണ് ഏത് പെണ്ണ്? മമ്മി പറയുന്നത് 2 ആണാണെന്ന്. കൊള്ളാം, ഇതാണോ അർജന്റ്? എനിക്ക് ഓഫീസിൽ 100 കാര്യങ്ങളുണ്ട്. ഹേ മിസ്റ്റർ, ഡാഡി പറഞ്ഞാണ് സംശയം തീർക്കണമെന്ന്. ശരി, ഇതാ കറുത്തതാണ്, വെളുത്തത് പെണ്ണ്. എന്താ മതിയോ? എങ്ങനെ മനസ്സിലായി? എന്തൊരു ബാലിശങ്ങളായ ചോദ്യങ്ങളാണ്. ശരി, ഈ ആണ് എന്തുകൊണ്ട് പെണ്ണിന്റെ അടുത്ത് പോകുന്നില്ല? ഇഷ്ടമില്ലായിരിക്കും. എന്തുകൊണ്ട് ഇഷ്ടമില്ല? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ വിഷമിച്ചു പോകത്തേ ഉള്ളൂ. ശരി, ഒരു ഉദാഹരണം. ഞാൻ ഇവിടെ ഒരു പെണ്ണ് ഫ്രീയായി നിൽക്കുകയാണ്. സാർ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല? എന്ന് പറഞ്ഞാൽ കണ്ട ഉടനെ അങ്ങ് സ്നേഹിക്കാൻ നോക്കുന്നു. അതിന് കുറച്ച് ദിവസങ്ങളൊക്കെ ആകും. സാധാരണ സാറിന് എത്ര ദിവസം വേണം സ്നേഹിക്കാൻ? ഒരു 2-3 ആഴ്ചയെങ്കിലും വേണ്ടേ? ശരി, സമ്മതിച്ചു. ഇന്ന് മുതൽ 3 ആഴ്ചയ്ക്ക് എന്നെ സ്നേഹിച്ച് താന്റെ സത്യം പാലിക്കണം. അയ്യോ റോസി, ഞാൻ വെറുതെ കളിതമാശയ്ക്ക് പറഞ്ഞു പോയതാണ്. നോ ആർഗ്യുമെന്റ്. എന്നാലേ കളി കാര്യമായെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞേക്കാം. അയ്യോ റോസി. സാർ, സാർ, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഞാൻ ഏൽപ്പിച്ചിരുന്ന ജോലിയെല്ലാം നിങ്ങൾ ചെയ്ത് തീർത്തോ? ഞാൻ ഓഫീസിൽ നിന്നിപ്പോ മുതലാളിയുടെ മകൾ അവിടെ
എന്നെ അന്വേഷിച്ച് നാട്ടിൽ നിന്ന് ആൾ വന്നിരുന്നു. ഓ, അതിനിടയിൽ ഇവിടെ ഒന്ന് ശല്യപ്പെടുത്തിയിരിക്കല്ലേ? ഷീസ് എ നോട്ടി ഗേൾ. പക്ഷെ വളരെ ഇന്നസെന്റ് ആണ് മുതലാളി. താങ്ക് യു മിസ്റ്റർ ഇന്നസെന്റ്. ബൈ ദ ബൈ, നിങ്ങൾ എസ്റ്റേറ്റിൽ പോയി 50,000 രൂപ വാങ്ങിച്ചിട്ട് വേണം. ടേക്ക് മൈ കാർ. ഓക്കെ? ശരി മുതലാളി. ഒന്നുമില്ല ഡാഡി, ഡാഡിയുടെ വടി കൊണ്ടതാണ്. സോറി. ഞാൻ പണ്ടത്തെ പട്ടിണി തൊമ്മിയാശാനൊന്നും അല്ല. ഇപ്പം എന്റെ മകന്റെ നിലവാരം എന്താണെന്ന് അറിയാമോ? അവൻ ആ മോട്ടാർ കമ്പനി, അവന് ശമ്പളം എന്തുവാ എനിക്ക് പറഞ്ഞു, അവന് പറഞ്ഞൂടാ, അവന്റെ മുതലാളിക്ക് പറഞ്ഞൂടാ. അങ്ങനെ അതിന്റെ കിടപ്പ് എല്ലാം അറിഞ്ഞതിന് ശേഷമാ 5,000 രൂപ പൗരവത്തിന് സ്ത്രീധനം കൊടുക്കാമെന്ന് പെണ്ണു വീട്ടുകാരെ സമ്മതിച്ചത്. അത് ന്യായമാ. 4 പേര് കേട്ടാലും ഇരക്കാത്തൊരു തുക നമ്മൾ ചോദിക്കരുത്. എന്റെ മോനെ കിട്ടണമെന്നുണ്ടല്ലോ. അവന്റെ സ്ത്രീധനത്തിന് 5,000 രൂപയും ബംഗ്ലാദേശൻ ടാക്സ്, സർചാർജ്, പഞ്ചായത്ത് കരം ഇതെല്ലാം കൂടെ ചേർത്ത് 6,000 രൂപ കൊടുക്കുന്നു വെക്കണം. കല്യാണപ്പണത്തിന് നികുതി ഉണ്ടോ തോമച്ച? ഇനി കല്യാണത്തിലല്ലോ, അതിന്റെ മറ്റെല്ലാ കാര്യത്തിനും നികുതി വരും. കിടന്നാ നികുതി, ഇരുന്നാ നികുതി, നിന്താ നികുതി എന്ന് വേണ്ട സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാ. അതുകൊണ്ടാ ഞാൻ 1000 രൂപ അവിടെ കൂട്ടി. എടാ മോനെ, ഞാനേ ആ പെണ്ണു വീട്ടുകാർക്കും പാക്ക് കൊടുത്തു. നീയും ലോനാപ്പിയും കൂടെ പോയി ആ പെണ്ണിനെ ഒന്ന് കണ്ടുകളാ. ഇപ്പൊ എന്തിനാത്ര ധൃതി? ഓരോ കാര്യങ്ങൾ തലയ്ക്ക് മീതെ നിൽക്കുകയാണ്. അതൊക്കെ തീരട്ടെ. കേട്ടാ, പിന്നെ കാണാം. എടാ പൗലോസേ, നീ ഒരുമാതിരി ബെർത്തേനോട് മാറ്റി വഹിക്കാൻ വന്നവനെ പോലെ നിസ്സാരമായിട്ട് എന്നോട് സംസാരിച്ചിരുന്നടാ. എടാ, എനിക്ക് വേണ്ടിയുള്ള കല്യാണം നിന്റെ കൂടെ പറഞ്ഞ പെണ്ണെ കെട്ടിവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നല്ല 1-ാം തരം കല്യാണമാണ് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. പൗലോസിന് ആ പെണ്ണിനെ കണ്ടാ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. എന്റെ കുഞ്ഞെ, ഈ ചാൻസ് കളയില്ലേ കേട്ടോ. എനിക്ക് ഇത് പറഞ്ഞാൽ അവന് മനസ്സിലാവുണ്ടാവും. നാളെ ഒരുപക്ഷെ ആ മോട്ടാർ കമ്പനിയിൽ നിന്ന് ഇവനെ എടുത്ത് ദൂരെ കളഞ്ഞെന്ന് വരും. അങ്ങനെ വരുമ്പോൾ പണ്ടത്തെ പോലെ പട്ടിണിയായിട്ടും കഴിയേണ്ടി വരും. അത് വരുന്നതിന് മുമ്പായിട്ട് നീയും നിന്റെ പെണ്ണും ഒരു നല്ല നിലയിൽ എത്തട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഈ അന്തരാളമൊക്കെ കാണിക്കുന്നത്. അത് പറഞ്ഞ അവന്റെ പണിയെ കണ്ടായോ? ഇപ്പൊ ഉടനെ കല്യാണം നടത്താത്തോണ്ട് ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നു? അപ്പച്ചൻ ചുമ്മാ ഇവിടെ തിരുന്നാ മതി. ഞാൻ ഇരുന്നോളാം അവിടെ. എന്റെ മോന്റെ കൽപ്പനയല്ലേ, അവനല്ലേ ഞങ്ങൾക്ക് ചെലവിന് തരുന്നത്. ഞാൻ പെണ്ണ് കിടപ്പാടില്ലാത്ത 10 കാശ് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നീ ഇത് പറയുമായിരുന്നോ? എന്റെ മോ പൊക്കോ പൊക്കോ. കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ അപ്പച്ചന്റെ ഇഷ്ടം പോലെ വിചാരിച്ചോണം. ആ എമ്പോക്കി, നിന്റെ ചക്കാത്ത് ചോറിൽ നിന്ന് നീ പറയുന്നതും കേട്ട് ജീവിക്കാൻ ഈ കൊമ്മിയാച്ചാനെ കിട്ടത്തില്ലടാ. നിന്റെ ശമ്പളമോ സ്ത്രീധനത്തുകയും കൊണ്ട് ജീവിക്കാന്ന് വിചാരിച്ചല്ലടാ ഞങ്ങൾ നിന്നെ വളർത്തിയെടുത്തത്. നീ നോക്കിക്കോ, ഈ കൊക്കി വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ പെങ്ങളെ നിന്റെ സഹായം കൂടാതെ ഒരു കൂലി വേലക്കാരനെ കൊണ്ടെങ്കിലും ഞാൻ പിടിച്ചു കെട്ടിക്കൊള്ളാം. നിന്റെ അപ്പന്റെ വയലാക്കി നീ നോക്കും. അപ്പച്ച എന്നോട് ക്ഷമിക്കണം. അപ്പച്ച എന്നോട് ക്ഷമിക്കണം. എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. എന്റെ അപ്പച്ചനും എന്റെ അമ്മച്ചിക്കും എന്റെ പെണ്ണുക്കും വേണ്ടി മാത്രമാണ് അപ്പച്ച ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ എന്റെ സ്വന്തം സുഖം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പച്ചേട്ടാ വരണം. ആഹാ, എല്ലാ സുഖം മോനെ. അപ്പനെ സുഖി വലിയേറ്റുമ്പ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ലോനാപ്പി, മനസ്സ് ചോദ്യം, പണം കൂടാ, കെട്ട് കല്യാണം ഒക്കെ നിശ്ചയിച്ചിട്ട് വേണം. വേറെ കെട്ടിച്ച് വരാൻ തോമച്ച. നോക്കടി പറയാമേ, മോന്റെ ഒരു സ്നേഹം. പിന്നെ അവന്റെ മോട്ടോർ കമ്പനിയിലെ മുതലാളി ടയർ പഞ്ചറായിട്ടാണ്. അതുകൊണ്ടാണ് അവൻ ഈ ഒരു പരവേശം.